അപ്പൊ നമ്മുടെ മീസാനിന് കനം തൂങ്ങുന്ന അമൽ, ചില കർമ്മങ്ങൾക്ക് അള്ളാഹു കൂടുതൽ കൂലി എങ്ങനെയാ തരിക? 3 കാരണങ്ങൾ വഴിയാണ് കൂലി കൂടുതൽ ഉണ്ടാവുക. ലത്വാഇഫുൽ മആരിഫിൽ പറയുന്നത് 3 കാര്യങ്ങൾ. ഒന്ന്, ഷറഫുൽ മക്കാൻ, സ്ഥലത്തിന്റെ പവർ അനുസരിച്ച് കൂലി കൂടും. ഉദാഹരണത്തിന് മക്കത്തുനിന്ന് ഒരു റക്അത്ത് നിസ്കരിക്കുന്നതിന് ലക്ഷക്കണക്കിന് കൂലിയുണ്ട്. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ നിസ്കരിച്ചാൽ കിട്ടൂല. നിസ്കരിക്കാനായിട്ട് പള്ളിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് പോകേണ്ടത് ആ 3 പള്ളിയിൽ മാത്രമാണ്. ബിദ്അത്ത് നമ്മളിൽ തന്നെ രൂപപ്പെടരുത്. നാട്ടിലെ ജുമാക്ക് പരമാവധി പങ്കെടുക്കുക. അപ്പൊ ഒരു സ്ഥലത്തിന്റെ പവർ അനുസരിച്ച് കൂലി കൂടും. അതാണ് മക്ക, മദീന ഒക്കെ പറയുന്നത്. ഇനി ഷറഫു സമാൻ, സമയത്തിന്റെ പവർ അനുസരിച്ച് കൂലി കൂടും. ഉദാഹരണത്തിന് റമദാൻ ഒരു ഉദാഹരണം. അശറു ദുൽഹിജ്ജ, ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10. ഉദാഹരണം പറയാം. അയ്യു സ്വതക്കത്തി അഫ്ളൽ, ഏറ്റവും കൂടുതൽ കൂലിയുള്ള സ്വതക്ക ഏതാ നബിയെ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി സ്വതക്കത്തുൻ ഫീ റമദാൻ, റമദാനിലുള്ള സ്വതക്ക. കണ്ടോ, അത് ആ സമയത്തിന്റെ പവറാണ്. റമദാനിലുള്ള ഒരു റക്അത്ത് 1000 റക്അത്തിനേക്കാൾ കൂടുതൽ പുണ്യമുണ്ട്. റമദാനിൽ ചെയ്യുന്ന ഉംറത്തും ഫീ റമദാൻ തഅദിലു കഹജ്ജത്തി മഈ, എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്ന കൂലിയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ പവർ? അതിനേക്കാൾ വലിയ ഓഫർ ഇനി എന്താ വേണ്ടത്? അതൊരു ആ സമയത്തിന്റെ പവറാണ്. ഇത് പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. മൂന്നാമത്തത് ഷറഫുൽ ആമിൽ, ചെയ്യുന്ന ആളുടെ ഭയഭക്തിയും ഈമാനും ഇൽമൊക്കെ അനുസരിച്ചിട്ട് കൂലി കൂടും. ഉദാഹരണത്തിന് ആലിമിന്റെ, അൽ ആലിം എന്ന് അവിടെ പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി തആല, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു ആലിമിന്റെ 2 റക്അത്ത് സാധാരണക്കാരായ നമ്മളുടെ 1000 റക്അത്തിനേക്കാൾ പുണ്യമുണ്ടാവും. അവിടെ ആലിം എന്ന് പറഞ്ഞാൽ വെറും ബിരുദം എടുത്തേന്നല്ല അർത്ഥത്തിൽ വെക്കരുത്. അൽ ആരിഫു ബില്ലാഹ്, അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നതാണ്. ഇപ്പം ബിരുദം എടുക്കാൻ വലിയ പണിയൊന്നുമില്ല. കുട്ടിയുടെ മോന്റെയോ മോളേറ്റം ബിരുദാനന്തര ബിരുദ ചടങ്ങിന് പങ്കെടുക്കാൻ പോയ രക്ഷിതാവിന് അവിടുന്ന് ബിരുദം കിട്ടിയ കാലം എങ്ങനെയുണ്ട്? പിന്നെ അതിൻ്റെ ഒന്നും വില കളയരുത്. ഇത്ര കാലം നമ്മൾ ഉലമാ കാത്തു സൂക്ഷിച്ച ഒരു രീതിയുണ്ട്. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ അമലുകൾക്ക് കൂലി കൂടുതൽ ഉണ്ടാവുക. എന്തിനാണ് കൂലി കൂടുതൽ അള്ളാഹു ചില കർമ്മങ്ങൾക്ക് തരുന്നത്? ഇനി അതിന്റെ ഉത്തരാണ് പറയാൻ പോകുന്നത്. ഇമാം നൈസാബൂരി, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുമ അവരൊക്കെ പറയുന്നതാണ്. വളരെ വിശദമായ പഠനത്തിന് ഫതുഹുൽ ഖരീബുൽ മുജീബ് അഥവാ ഹാഫിദ് മുൻദിരി തങ്ങളുടെ അത്തർഗീബ് വത്തർഹീബിന്റെ ഷറഹിൽ നല്ല പഠനം ഈ വിഷയത്തിലുണ്ട്. എന്തിനാണ് കൂലി കൂടുതൽ നൽകുന്നത് എന്ന് വെച്ചാൽ അത് നമ്മളോടുള്ള ഒരു റഹ്മത്താണ്. എന്താ റഹ്മത്ത്? എന്തായാലും ഈ മനുഷ്യന്മാരെന്തായാലും ഗീബത്തെല്ലാം പറയൂന്ന് അല്ലാഹുവിന് അറിയാം. നമീമത്ത് ഗീബത്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്, എന്നാലും പറഞ്ഞു പോകുന്നു ഉസ്താദ് ഇവന്റെ കളി കൊണ്ട് എന്ന് പറയുമല്ലോ. ചിലപ്പോ ചില ആൾക്കാർ ഈ സൂഫീസ് അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽപ്പെട്ടതാണ് ഓനെ കുറിച്ച് പറയാനുള്ള ഉസ്താദ് എനിക്ക് പലതും പറയാണ്ട്, ഞാൻ ഒന്നും പറയണില്ല. ഫുള്ളായല്ലോ ഭയങ്കര രസമാണ്. ഇനി വേറൊരു മോഡലുണ്ട്, റമദാനാണ് ഉസ്താദെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല, അതിലുണ്ട് ഫുള്ള്. അത് ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ എന്നെല്ലാം പറയും, വാർത്ത ചുരുക്കത്തിൽ എന്നെല്ലാം പറയുമല്ലോ, കുറച്ച് വായിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് മോശം വിചാരിച്ച് അസ്മ ചെയ്യലും ഒരു ഗീബത്താ. മുഗ്നിൽ മുഹ്താജ് തഹ്ഖീഖാക്കുന്നുണ്ട്. മോശം ഒരാളെ കുറിച്ച് എപ്പോൾ നമുക്ക് മോശം വിചാരം, അതൊരു ഗീബത്ത് തന്നെയാണ്. നമ്മൾ ആരെയും മോശം വിചാരിക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയ ചില മനുഷ്യന്മാരുണ്ടാവും, ഇവരെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹു അമല് മുളാഫാക്കണത്, കൂലി കൂടുതൽ. ഉദാഹരണം പറയാം, സുബ്ഹാനല്ലാഹ് റമളാനിൽ 1000 സുബ്ഹാനല്ലാഹ് കൂലി. അപ്പൊ ഈ ചങ്ങായി ആഖിറത്തിലെത്തി രക്ഷപ്പെടാൻ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇയാളെ കുറിച്ച് പരാതിയായിട്ട് 2-3 ആൾ വരുന്നത്. എന്താണ് പ്രശ്നം? ഇവന് ഗീബത്ത് പറഞ്ഞു, അതുകൊണ്ട് കിട്ടാണ്ട് പോവില്ല. ആ ശരി. അപ്പൊ ഇയാളെ സുബ്ഹാനല്ലാഹിന്റെ ഒന്നാമത്തെ ആ കൂലി ഉണ്ടല്ലോ, അസല് കൂലി, അത് കൊടുക്കും. മതിയാ? 999 ഉണ്ടോ? നമ്മളെ കഴിച്ചലാക്കാനാണ്. എന്താണ് റഹ്മത്ത് നോക്കിയേ. അള്ളാഹ്ക്ക് എങ്ങനെങ്കിലും
എങ്ങനെങ്കിലും നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം. അതിനാണ് ഈ ഓഫർ എല്ലാം അള്ള തരുന്നത്. അല്ലാതെ നരകം എന്ന് പറയുന്ന ഒരു കമ്പനി അള്ള സൃഷ്ടിച്ചിട്ട് ഇബ്ലീസ് എന്ന ഗുണ്ടകളെ അയച്ചിട്ട് സ്റ്റാഫിനോട് മൊത്തത്തിൽ കോർപ്പറേറ്റഡ് മുതലാളി പറയുന്ന പോലെ എല്ലാവരും വരി, ഈ കൊല്ലം ഏഷ്യയിൽ നിന്ന് മാത്രം നമുക്ക് 1 ലക്ഷം ടീമിനെ കിട്ടണം നരകത്തിലേക്ക്. പിന്നെ യൂറോപ്പിൽ നിന്ന് ഒരു 2 ലക്ഷം വന്നോട്ടെ. ഈ അർജന്റീന ബ്രസീൽ ഭാഗത്തു നിന്ന് ഒരു 50,000 കിട്ടിയാൽ മതി. ഇങ്ങനെ കോർപ്പറേറ്റഡ് മുതലാളി സ്റ്റാഫിന് എംപ്ലോയീസിന് ടാർജറ്റ് കൊടുക്കണ പോലെ ഇത്ര ലാഭം ഉണ്ടാക്കണം എന്നല്ല അല്ല പറയണത്. എന്താ പറയുന്ന അറിയാം, ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഓരോ മഗ്‌രിബിന്റെ സമയത്തും 1 ലക്ഷം ആളെ നമുക്ക് നരകത്തുനിന്ന് ഒഴിവാക്കാം. ആരാ? ഫുളൈൽ ബിൻ ഇയാദ് അങ്ങളെ, ഇബ്രാഹിം നദു അങ്ങളെയല്ല. കുല്ലുഹും ഇസ്തൗജബുന്നാറ. നരകം ടിക്കറ്റ് കൺഫേം ആയ ടീമിന് അവരെ മോചിപ്പിക്കും. വെള്ളിയാഴ്ചയായ പിന്നെ ഓഫർ എത്ര? എന്നിട്ട് നരകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കിതാബ് ചോദിക്കുക ഫമത്ത, പിന്നെ എപ്പോഴാ ഓൻ റമദാൻ വന്നിട്ടും പൊറപ്പിച്ചിട്ടെങ്കിൽ ഫമത്ത, പിന്നെ എപ്പോൾ? ഭയങ്കര ചോദ്യം. ഇനി മസൂദ് സഖാഫി ഉസ്താദിന് റമദാൻ ഉണ്ടോ? നമ്മളുടെ ഉപ്പാപ്പ ഉമ്മാമ മരിച്ചുപോയവർക്ക് റമദാൻ ഉണ്ടോ? നമുക്കിനി റമദാൻ ഉണ്ടാവുമെന്ന് നമുക്കറിയോ? ഫമത്ത, ആ ചോദ്യം നമ്മളെ ഹൃദയത്തിൽ ഒട്ടിച്ചു വെക്കണം. റമദാനിൽ പാപങ്ങൾ പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ ഫമത്ത, അവൻ എപ്പോൾ പൊറുപ്പിക്കും? അള്ളാഹു നമുക്ക് പുറത്തേരുമാറാവട്ടെ. നമ്മൾ അള്ളയല്ലേ നമുക്ക് പുറത്തേരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാവണം.